ഇന്ന് നമ്മൾ ഒരു റെവല്യൂഷണറി ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. എൻവിഡിയയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടറുകൾ. 2025 CES, GTC കോൺഫറൻസുകളിൽ എൻവിഡിയ അവതരിപ്പിച്ച DGX സ്പാർക്ക്, DGX സ്റ്റേഷൻ, പ്രോജക്ട് ഡിജിക്സ് ഇവയാണ് ഈ വീഡിയോയുടെ താരങ്ങൾ. ഈ ഡെസ്ക്ടോപ്പ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഗ്രേസ് ബ്ലാക്ക്വെൽ ആർക്കിടെക്ചറിൽ പ്രവർത്തിക്കുന്നു. 1000 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടോപ്സ് പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്നു. 200 ബില്യൺ പാരാമീറ്റർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളെ ലോക്കലി റൺ ചെയ്യാൻ കഴിയുന്നു. റിസർച്ചർമാർ, ഡെവലപ്പർമാർ, ഹോബിയിസ്റ്റുകൾ, എന്റർപ്രൈസുകൾ എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി ഡെസ്ക്ടോപ്പിൽ എത്തിക്കുന്നു ഈ മെഷീനുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ വിഷൻ, സ്മാർട്ട് സിറ്റികൾ ഇവയെല്ലാം ഈ ടെക്നോളജി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു? നാസ, ISRO, ഗൂഗിൾ, മെറ്റ എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ എൻവിഡിയയെ ആശ്രയിക്കുന്നത്? ഈ വീഡിയോയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടറുകളുടെ ഫീച്ചറുകൾ, അവയുടെ ഇമ്പാക്ട്, ഫ്യൂച്ചർ പോസിബിലിറ്റീസ് എല്ലാം വിശദമായി പരിശോധിക്കും. ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ബെൽ ഐക്കൺ അമർത്തൂ, അവസാനം വരെ കാണൂ. നമുക്ക് ആദ്യം എൻവിഡിയയുടെ ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടറുകളെക്കുറിച്ച് ഒരു ഓവർവ്യൂ നോക്കാം. എൻവിഡിയ 1993 ജെൻസൺ ഹ്വാങ്, ക്രിസ് മലാജോസ്കി, കർട്ടിസ് പ്രീം എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഒരു കമ്പനിയാണ്. ജിപിയുകളുടെ ഇൻവെന്റർമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്, ഗെയിമിംഗ്, ഓട്ടോണോമസ് വെഹിക്കിൾസ്, റോബോട്ടിക്സ് എല്ലാം ലീഡ് ചെയ്യുന്നു. 2025 എൻവിഡിയ അവതരിപ്പിച്ച DGX സ്പാർക്ക്, DGX സ്റ്റേഷൻ, പ്രോജക്ട് ഡിജിക്സ് ഇവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റിനെ ഡെമോക്രറ്റൈസ് ചെയ്യുന്നു. DGX സ്പാർക്ക് $3000 മുതൽ തുടങ്ങുന്ന ഒരു കോമ്പാക്ട് ഡെസ്ക്ടോപ്പ് സൂപ്പർ കമ്പ്യൂട്ടറാണ്. GB10 ഗ്രേസ് ബ്ലാക്ക്വെൽ സൂപ്പർ ചിപ്പ് ഉപയോഗിക്കുന്നു. 128 GB യൂണിഫൈഡ് മെമ്മറി, 4 TB NVMe സ്റ്റോറേജ്. ഇത് 200 ബില്യൺ പാരാമീറ്റർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ, ഉദാഹരണത്തിന് മെറ്റായുടെ ലാമ 3.1 ലോക്കലി റൺ ചെയ്യാൻ കഴിയും. DGX സ്റ്റേഷൻ ബ്ലാക്ക്വെൽ അൾട്രാ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ പവർഫുൾ ആപ്ലിക്കേഷനുകൾക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. 784 GB മെമ്മറി ഉൾപ്പെടെ. പ്രോജക്ട് ഡിജിക്സ് റിസർച്ചർമാർക്കും സ്റ്റുഡന്റുകൾക്കും വേണ്ടി ഒരു ബുക്കിന്റെ സൈസിൽ 1 പെറ്റാഫ്ലോപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടറുകളുടെ കോർ ഗ്രേസ് ബ്ലാക്ക്വെൽ ആർക്കിടെക്ചറാണ്. GB10 സൂപ്പർ ചിപ്പ് ഒരു ബ്ലാക്ക്വെൽ ജിബിയെ 20 കോർ ARM ബേസ്ഡ് ഗ്രേസ് സിബിയുമായി കോമ്പൈൻ ചെയ്യുന്നു, എൻവിലിങ്സ്ഡ് സി ഇന്റർകണക്ട് വഴി. ഇത് FP4 പ്രിസിഷനിൽ 1000 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടോപ്സ് ഡെലിവർ ചെയ്യുന്നു. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റീസണിംഗ് മോഡലുകൾ, ഫൈൻ ട്യൂണിംഗ് എന്നിവയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് ആണ്. പഴയ ജനറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ FP4 കമ്പ്യൂട്ടർ 2x ഇൻഫറൻസ് പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നു, മെമ്മറി ഫുട്പ്രിന്റ് കുറക്കുന്നു. DGX സ്പാർക്ക് എൻവിഡിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ സ്റ്റാക്കോടുകൂടി പ്രീലോഡഡ് ആണ്. നീമോ ഫ്രെയിംവർക്ക്, റാപിഡ്സ് ലൈബ്രറികൾ, പൈടോർച്ച്, ജൂപിറ്റർ നോട്ട്ബുക്കുകൾ. ഇത് ഡെവലപ്പർമാർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും എളുപ്പമാക്കുന്നു. ക്ലൗഡ് ഡിപെൻഡൻസി കുറക്കുന്നു. എന്താണ് ഈ കമ്പ്യൂട്ടറുകളെ സ്പെഷ്യൽ ആക്കുന്നത്? ഒന്നാമതായി എക്സസിബിലിറ്റി. മുമ്പ് 200 ബില്യൺ പാരാമീറ്റർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ റൺ ചെയ്യാൻ AWS, മൈക്രോസോഫ്റ്റ് പോലുള്ള ക്ലൗഡ് പ്രൊവൈഡർമാരുടെ ഡാറ്റാ സെന്ററുകൾ ആവശ്യമായിരുന്നു. DGX സ്പാർക്ക്, പ്രോജക്ട് ഡിജിക്സ് ഇവ സ്റ്റാൻഡേർഡ് പവർ ഔട്ട്ലെറ്റിൽ ഡെസ്ക്ടോപ്പിൽ പ്രവർത്തിക്കുന്നു. $3000 മുതൽ. ഡേവിഡ് ബേർഡർ, ന്യൂജേഴ്സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡാറ്റാ സയൻസ് ഡയറക്ടർ പറയുന്നു, ആന്ത്രോപിക്, ഗൂഗിൾ, ആമസോൺ ഇവർ $100 മില്യൺ ചെലവഴിച്ച് ബിൽഡ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ കപ്പാസിറ്റി $3000 ലഭിക്കുന്നു. ഇത് അക്കാദമിക് റിസർച്ചർമാർക്ക്, സ്റ്റുഡന്റുകൾക്ക്, ചെറിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഗെയിം ചേഞ്ചിങ് ആണ്. രണ്ടാമതായി ആപ്ലിക്കേഷനുകളുടെ വൈവിധ്യം. DGX സ്പാർക്ക് റോബോട്ടിക്സ്, സ്മാർട്ട് സിറ്റികൾ, കമ്പ്യൂട്ടർ വിഷൻ എന്നിവയ്ക്ക് ഒരു ഐഡിയൽ പ്ലാറ്റ്ഫോമാണ്. എൻവിഡിയയുടെ ഐസക്, മെട്രോപോളിസ്, ഹോളോസ്കാൻ ഫ്രെയിംവർക്കുകൾ എഡ്ജ് ആപ്ലിക്കേഷനുകൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഐസക് ഫ്രെയിംവർക്ക് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ട്രെയിനിങ് ആക്സലറേറ്റ് ചെയ്യുന്നു. എൻവിഡിയ ഐസക് GR008 ബ്ലൂപ്രിന്റ് ഉപയോഗിച്ച്. മെട്രോപോളിസ് സ്മാർട്ട് CET സൊല്യൂഷനുകൾ ട്രാഫിക് മാനേജ്മെന്റ്, സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നു. ഹെൽത്ത് കെയറിൽ ഹോളോസ്കാൻ മെഡിക്കൽ ഇമേജിംഗിനെ റെവല്യൂഷനൈസ് ചെയ്യുന്നു. MRIകളിൽ ട്രൂകൾ ഫൈൻഡ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു.
ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ ടെക്നോളജി എങ്ങനെ റെലവൻ്റ് ആണ്? ISROയുടെ ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങൾ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിനെ ആശ്രയിക്കുന്നു. ITIFR, ISC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിസർച്ചിൽ മുന്നിട്ട് നിൽക്കുന്നു. DGX സ്പാർക്ക് പോലുള്ള ഡെസ്ക്ടോപ്പ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇന്ത്യൻ റിസർച്ചർമാർക്ക് ലോക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് എനേബിൾ ചെയ്യും, ക്ലൗഡ് കോസ്റ്റുകൾ കുറയ്ക്കും. സ്റ്റാർട്ടപ്പുകൾ, ഉദാഹരണത്തിന് ബംഗളൂരുവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രൈവൻ ഹെൽത്ത് കെയർ, ഫിൻടെക് കമ്പനികൾ NVIDIA NIM മൈക്രോ സർവീസസ് ഉപയോഗിച്ച് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ ബിൽഡ് ചെയ്യാം. NVIDIA NIM മൈക്രോ സർവീസസ് ഇതാണ് മറ്റൊരു ഗെയിം ചേഞ്ചർ. ChatGPT, എനിതിങ്ങിലും കോംഫിവൈ, LM സ്റ്റുഡിയോ പോലുള്ള ആപ്പുകളിൽ ലാംഗ്വേജ്, വിഷൻ, സ്പീച്ച്, ഡിസൈൻ മോഡലുകൾ ഒറ്റ ക്ലിക്കിൽ ആക്സസ് ചെയ്യാം. ഉദാഹരണത്തിന് ChatGPT ലോക്കൽ ഫയലുകളിൽ നിന്ന് പേഴ്സണലൈസ്ഡ് റെസ്പോൺസസ് ജനറേറ്റ് ചെയ്യുന്നു, ഇന്റർനെറ്റ് ആവശ്യമില്ല. NVIDIA ബ്രോഡ്കാസ്റ്റ് ആപ്പ് വീഡിയോ കോൺഫറൻസിംഗിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർഡ് നോയിസ് റിമൂവൽ, ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ്മെന്റ് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യുന്നു. RTX വീഡിയോ ഇന്റർനെറ്റ് വീഡിയോകളെ 4K HDR-ലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, ക്രോം, എഡ്ജ്, ഫയർഫോക്സ് ബ്രൗസറുകളിൽ. എന്റർപ്രൈസസിന് NVIDIA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൊല്യൂഷനുകൾ ഫുൾ സ്റ്റാക്ക് ഇന്നൊവേഷൻ വാഗ്ദാനം ചെയ്യുന്നു, ആക്സലറേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, എന്റർപ്രൈസ് ഗ്രേഡ് സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ. ബയോമോളിക്യുലർ ജനറേറ്റീവ് മോഡലുകൾ ഡ്രഗ് ടാർഗറ്റുകൾക്കായി സ്മോൾ മോളിക്യൂൾസ് ജനറേറ്റ് ചെയ്യുന്നു, ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിനെ ആക്സലറേറ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, കസ്റ്റമർ സർവീസിനായി ഡിജിറ്റൽ അസിസ്റ്റന്റുകൾ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ഇവയെല്ലാം NVIDIA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾ ചെയ്യുന്നു. കോഹിർ, IBM, മിസ്ട്രൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവർ ബ്ലാക്ക്വെൽ ജിപിയുകൾ ഉപയോഗിച്ച് ഏജന്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിൻ ചെയ്യുന്നു. ഗൂഗിൾ ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലൗഡിൽ ജെമിനി, NVIDIA ബ്ലാക്ക്വെൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഓൺപ്രിമൈസസ് ലഭ്യമാണ്. പ്രോജക്ട് ഡിജിക്സ് ഇതാണ് ശ്രദ്ധേയമായ ഒരു ഇന്നൊവേഷൻ. $3000 ഒരു ബുക്കിന്റെ സൈസിൽ 1 പെറ്റാഫ്ലോപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പെർഫോമൻസ്, 128 GB മെമ്മറി, 4 TB സ്റ്റോറേജ്. ഇത് DGX OSൽ റൺ ചെയ്യുന്നു. ലിനക്സ് ബേസ്ഡ്, നീമോ, റാപ്പിഡ്സ്, പൈടോർച്ച് പോലുള്ള ടൂളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. 2 ഡിജിറ്റ്സ് യൂണിറ്റുകൾ ലിങ്ക് ചെയ്താൽ 405 ബില്യൺ പാരാമീറ്റർ മോഡലുകൾ ഹാൻഡിൽ ചെയ്യാം, ലാമ 3.1 തുല്യം. ജെൻസൺ ഹ്വാങ്, NVIDIA CEO പറയുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ ഇൻഡസ്ട്രിയിലും മെയിൻ സ്ട്രീം ആകും. പ്രോജക്ട് ഡിജിറ്റ്സ് മില്യൺസ് ഓഫ് ഡെവലപ്പർമാർക്ക് ഗ്രേസ് ബ്ലാക്ക്വെൽ എത്തിക്കുന്നു. ഈ കമ്പ്യൂട്ടറുകൾ ഓട്ടോണോമസ് വെഹിക്കിൾസ്, റോബോട്ടിക്സ് എന്നിവയിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു? NVIDIA ഡ്രൈവ് പ്ലാറ്റ്ഫോം ഓട്ടോണോമസ് ഡ്രൈവിംഗിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. ടാസ്, ടൊയോട്ട പോലുള്ള കമ്പനികൾ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. NVIDIA കോസ്മോസ് ഹൈ ഫിഡലിറ്റി വെർച്വൽ എൻവയൺമെന്റുകൾ ജനറേറ്റ് ചെയ്യുന്നു, റോബോട്ടുകളുടെ ട്രെയിനിങ്ങിന്. ഇന്ത്യയിൽ ഓട്ടോണോമസ് വെഹിക്കിൾ സ്റ്റാർട്ടപ്പുകൾ, ഉദാഹരണത്തിന് ഓല ഇലക്ട്രിക്, ഇത്തരം ടെക്നോളജികൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഫ്യൂച്ചർ ഇംപ്ലിക്കേഷനുകൾ എന്താണ്? 2030ഓടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്, NVIDIA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കോസ്മിക് ഡാറ്റ അനലൈസ് ചെയ്യാം, പ്രപഞ്ചത്തിന്റെ ഒറിജിൻസ് മനസ്സിലാക്കാൻ. ഇന്ത്യയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ചിനായി ITIFR, ISC, NVIDIAയുമായി കോളാബറേറ്റ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റ്സ്, സ്വയം പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകൾ IT ഡിപ്പാർട്ട്മെന്റുകളെ HR ഡിപ്പാർട്ട്മെന്റുകളാക്കി മാറ്റും, ജെൻസൺ ഹ്വാങ് പറയുന്നു. DGX സ്പാർക്ക്, പ്രോജക്ട് ഡിജിക്സ് ഇവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്യൂച്ചറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യും? കമന്റ് സെക്ഷനിൽ എഴുതൂ. കൂടുതൽ ടെക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.